ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ടോവിനോയുടെ ഒരു ഓൺഗ്രാം തിയേറ്ററിൽ വരും ഞങ്ങൾ ടോവിനോയുടെ കൂടെ സിനിമ കാണാൻ പറ്റും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു സോ മച്ച്. എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം. ഇന്നലെ കാരണം 2 ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ടോവിനെ കാണുന്നതും. അപ്പൊ ഇന്നലെ ഇത് 1-2 യൂട്യൂബ് വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു ടോവിനോയുടെ റീസെന്റ് ഇന്റർവ്യൂ. അതിൽ ഒരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു, ഈ വർഷം ആദ്യത്തെ 6 മാസവും ടൂറിന് വേണ്ടി മാത്രം ട്രിപ്പിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ജൂലൈയിൽ പുതിയ പ്രോജക്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു. ജൂണിൽ. ഓക്കെ, അതിനെക്കുറിച്ച് 2 വാക്ക്. പൊതുവെ കുറച്ച് യാത്ര ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുറച്ചൊരു എന്താ പറയുക, നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ നരിവേട്ട ഈ സിനിമ ആണ് ഞാൻ ലാസ്റ്റ് ഷൂട്ട് ചെയ്തത്. അതിനുശേഷം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. അതിനുശേഷം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് എമ്പുരാൻ്റെയും മരണമാസിൻ്റെയും ഒക്കെ പ്രൊമോഷൻസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ എൻ്റെ ഒരു പ്രസൻസ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. എനിക്ക് നരിവേട്ട ഇപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ഹെവി ഹാർട്ടഡ് ആയിട്ടല്ലേ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്ത എൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഒക്കെ ഇതുകൊണ്ട് ബാധിക്കപ്പെട്ടേക്കാം. അപ്പോൾ ഞാൻ നരിവേട്ട കഴിഞ്ഞ് ഒരു ചെറിയ ബ്രേക്ക് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് സാഹചര്യങ്ങൾ ഒത്തു വന്നത്. ആ സമയത്ത് ഞാൻ കിട്ടിയ സമയം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനും ഭാര്യയും കൂടെ ഞങ്ങൾ 2 കൂടെ ഒന്ന് കറങ്ങാൻ പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാനും ഭാര്യയും മക്കളും കൂടെ ചെറിയൊരു ട്രിപ്പ് അടിച്ചു. അത് കഴിഞ്ഞ് ARMൻ്റെ ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, ഒരു സ്ക്രീനിങ് ഉണ്ടായിരുന്നു തായ്വാനിലെ ഗോൾഡൻ ഹോഴ്സ് ഫിലിം ഫെസ്റ്റിവൽ. അപ്പോൾ അവിടെ പോയി. അത് കഴിഞ്ഞ് ഞാൻ എല്ലാ വർഷവും എൻ്റെ ഫുൾ ഫാമിലിയായിട്ട് ചെയ്യുന്ന ഒരു ട്രിപ്പുണ്ട്. ഞങ്ങൾ 15 പേരാണ്. ഞങ്ങളൊരു കൂട്ടുകുടുംബമാണ്. അപ്പൻ, അമ്മ, ചേച്ചി, അളിയൻ, പിള്ളേർ, ചേട്ടൻ, ഭാര്യ മക്കളും ഞാനും ഭാര്യ മക്കളും. ഇങ്ങനെ ഒരു ട്രിപ്പ് ഞങ്ങൾ എല്ലാ വർഷവും പോകുന്നതാണ്. അപ്പോൾ അത് പോയി. അത് കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നരിവേട്ടയുടെ കുറച്ച് പ്രൊമോഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത്. ഇത് കഴിഞ്ഞ് തിരിച്ച് ചെന്നാൽ ഉടനെ ഒരു അടുത്ത കുറച്ച് നാളത്തേക്ക് നല്ല പണിയെടുക്കണം. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇനിയും ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ.